ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ്? ഇന്നൊരു തട്ടിപ്പിന്റെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ UAE അല്ലെങ്കിൽ GCC കൺട്രീസിലെ ഫാർമസികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ ഗ്രോസറികളിലൊക്കെ കാണുന്ന ടൈപ്പിൽ വാട്സപ്പ് ത്രൂ ബിസിനസ്സുകൾ ചെയ്യുന്ന ഡെലിവറികളൊക്കെ ചെയ്യുന്ന ഷോപ്പുകളിൽ കാണുന്ന ഒരു ചെറിയ തട്ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത്. ഇതുപോലത്തെ വാട്സപ്പ് നമ്പറുകളിൽ നിന്നാണ് നമുക്ക് മെസ്സേജുകൾ വരിക. അവർ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിൻ്റെ കുറേ, അതായത് പൊതുവിൽ എല്ലായിടത്തും സ്റ്റോക്ക് കാണുന്ന ഐറ്റംസിൻ്റെ ഫോട്ടോ അയച്ചിട്ട് ഇതുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡെലിവറി ചെയ്യുമോ, നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് മാത്രമല്ല, ഇതേ സമയം തന്നെ എൻ്റെ മറ്റു ബ്രാഞ്ചിലും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് അവർ ഡെലിവറിക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ഗ്യാങ് ആണ്. ഡെലിവറി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ ഇതുപോലെ ഒരു ലൊക്കേഷൻ, ഗൂഗിളിൽ നിന്ന് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ എടുത്തിട്ട് അത് നമുക്ക് അയച്ചു തരാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ വെറുതെ, നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഫുജേറയിലാണ്. അപ്പോൾ അവർ നമ്മുടെ പേര് ഫുജേറ എന്ന് കണ്ടപ്പോൾ ഫുജേറയിലുള്ള ഏതൊരു ഹോട്ടലിൻ്റെ പേരെടുത്തിട്ട് അവർ നമുക്ക് അയച്ചു തന്നു. ഒരു റെസ്റ്റ് നൈറ്റ് ഹോട്ടൽ, അങ്ങനെ ഒരു ഹോട്ടലിൻ്റെ പേരാണ് ഞങ്ങൾക്ക് അയച്ചത്. ഞാൻ കസ്റ്റമറോട് പലവട്ടം ചോദിച്ചു, ഇത് ഫുജേറാണോ ദിബാണോ. നമുക്ക് ഈ ആളുടെ ഈ പൊക്ക് കണ്ടപ്പോൾ തന്നെ ഡൗട്ട് അടിച്ചു. അപ്പോൾ അങ്ങനെ പോയി അവസാനം ആൾ ഡ്രൈവറോട് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറയുമോ, ഇങ്ങനെയാണ് ഒരു എക്സ്ട്രാ ക്യാഷ് കൊടുക്കുമോ, എനിക്ക് 2 ഐറ്റം കൂടി ലുലുന്നോ അങ്ങനെ എവിടെയെങ്കിലും വാങ്ങാനുണ്ട്, അതിന് കൂടെ ഒരു വാത്തിക്ക ക്രീം അതുപോലത്തെ ഐറ്റം പറയും. ഇതാണ് അവരുടെ മെയിൻ ഐറ്റം, ഈ ഒരു ഗെയിം കാർഡ്. ഇതിന് വേണ്ടിയിട്ടാണ് അവർ കളിക്കുന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് നമ്മൾ ഡെലിവറി കൊടുക്കുമ്പോൾ ഇത് അവരെന്ത് ചെയ്യും, അവർ പറയും ഞാനിപ്പോൾ വരാം, നിങ്ങൾക്ക് ആ കാർഡിൻ്റെ നമ്പർ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരാൻ പറയും. ഇങ്ങനെയാണ് അവരുടെ പരിപാടി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ഒരുപാട് തട്ടിപ്പുകാരുണ്ട് ഇപ്പോൾ നമ്മുടെ പോലത്തെ പുതിയ സ്ഥാപനക്കാർ, പുതിയതായിട്ട് തുടങ്ങിയ ആൾക്കാർ എങ്ങനെയെങ്കിലും കസ്റ്റമേഴ്സിനെ പിടിക്കുക, അപ്പോൾ ഡെലിവറി ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവർ കൂടുതലും പറ്റിക്കുന്നത്. പിടിക്കപ്പെട്ടെന്ന് മനസ്സിലായ ഉടനെ അവരെന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എല്ലാ കച്ചവടക്കാരോട് പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഇതുപോലത്തെ തട്ടിപ്പുകളിൽ വീഴാതെ രക്ഷപ്പെടാൻ പറ്റും. നമ്മളെല്ലാവരും ഇവിടെ ബിസിനസ് മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനും അതുപോലെ ലാഭം ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലത്തെ ഒരു അൺനോൺ വാട്സപ്പ് നമ്പറിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടോ, നമ്മുടെ അടുത്ത് നല്ല ഒരുവിധം എല്ലായിടത്തും സ്റ്റോക്കുള്ള ഐറ്റംസ് തന്നെയാണ് അവർ ചോദിക്കുക, ഇങ്ങനത്തെ നമ്പറുകൾ. അപ്പോൾ ഈ നമ്പറുകൾ ശ്രദ്ധിക്കുക, ഈ +2 3 4 എന്നൊക്കെ ഉള്ള കോഡുള്ള നമ്പറുകൾ ശ്രദ്ധിക്കുക. അതുപോലെ അവർ അയക്കുന്ന ലൊക്കേഷന്, നമ്മൾ വാട്സപ്പിൽ ഒരു ലൊക്കേഷൻ അയക്കുന്നതും ഇതുപോലെ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുത്തിട്ട് അയക്കുന്ന ലൊക്കേഷനും, ആ ഒരു രണ്ട് ലിങ്കുകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ജാഗ്രത കാണിച്ചിരുന്നാൽ തന്നെ ഇതുപോലത്തെ തട്ടിപ്പുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.